നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും വ്യത്യസ്ത പ്രവർത്തന രീതികളാണെന്നും വികസനത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ബാങ്കുകൾ ഓരോ ജില്ലയ്ക്കും തനതായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാകണം ഓരോ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം മഹേന്ദ്രപുരി ഹോട്ടലിൽ നടന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും വ്യത്യസ്ത രീതികളാണ് ഉള്ളത്. നൈപുണ്യ വികസന മേഖലയിൽ ഒരുപാട് മുന്നേറിയ ജില്ലയാണ് മലപ്പുറം. പ്രവാസികൾ, കർഷകർ, ലഘു ഇടത്തരം വ്യവസായങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ് ജില്ലയുടെ സാമ്പത്തിക മേഖലയെ നിലനിർത്തുന്നത്. ജില്ലയുടെ ആവശ്യങ്ങൾ കൂടി മനസ്സിലാക്കി വേണം ജില്ലയ്ക്കായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത്. വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുവാനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുവാനും ബാങ്കുകൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ആളുകളിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. NGOസിൻ്റെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. NGOസിന് പ്രതിനിധിച്ച് ആരും എത്തിയിട്ടുണ്ടോ മീറ്റിങ്ങിന്? NGOs എന്ന് പറയുന്നത് ഇത്തരം പദ്ധതിയിലെ വളരെ പ്രധാന ഘടകമാണ്. അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യു ക്യാൻ വെരിഫൈ ഗൈഡ് ലൈൻ. കാരണം എന്തുകൊണ്ടാണ് അവരെ വെക്കണമെന്ന് പറയുന്നത് വെച്ചാൽ അവർക്കാണ് ഫീൽഡിലെ പ്രശ്നങ്ങൾ കൂടുതൽ അറിയാം. അവർ നമ്മുടെ ഈ പല പ്രശ്നങ്ങളും അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വെരിഫൈ ഇല്ലെങ്കിൽ ഏത് മാനദണ്ഡം വെച്ചിട്ടാണോ NGOs വെക്കേണ്ടത്? കാരണം നമ്മൾ എടുക്കുന്ന പദ്ധതി ഞാൻ എടുത്തത് വിശകലനം ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ അറിയില്ല. അതും കൂടി പരിശോധിച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റിംഗ് എന്താവുള്ളൂ ഫലപ്രദമായി തീരും. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ആനുവൽ പ്ലാനൊക്കെ അംഗീകരിക്കുന്ന കാര്യം അതുപോലെ സംഗതികളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതിലെ ഈ മലപ്പുറത്തിൻ്റെ ഒരു സാഹചര്യം നമ്മൾ ശരിയാണ്. ഇവിടെയൊക്കെ പ്ലാനിങ്, നിങ്ങളെല്ലാം പ്ലാനിങ് രംഗത്ത് വളരെ സജ്ജമാണ്. ഇവിടുത്തെ പ്ലാനിങ് കുറിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ വിസ്തീർണം നോക്കുകയാണെങ്കിൽ മലപ്പുറം പോപ്പുലേഷൻ വൈസ് അവസ്ഥ നമ്മളെങ്ങനെയാണ്. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് NM മെഹ്റലി അധ്യക്ഷത വഹിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ M മുത്തുകുമാർ, നബാർഡ് ജില്ലാ ഡെവലപ്മെൻറ്റ് മാനേജർ A മുഹമ്മദ് റിയാസ, കാനറ ബാങ്ക് AGM ശ്രീവിദ്യ, ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ MA ഡിറ്റൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.